പണ്ടൊക്കെ കർക്കിടക മാസമായാൽ ഞങ്ങൾ ഉമ്മമാരൊക്കെ വീട്ടിൽ തയ്യാറാക്കുന്ന ഒരു പൊടിയാണിത്. നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. അതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് നിലക്കടല എടുത്തിട്ടുണ്ട്. അളവും കാര്യങ്ങളൊന്നുമില്ല, അതൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഏകദേശം നമ്മൾ നിലക്കടലയൊക്കെ നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഒന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇതേ ചട്ടിയിൽ തന്നെ നമുക്ക് കുറച്ച് അരി വറുത്തെടുക്കണം. അരി കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ അത് നല്ലതുപോലെ ഒന്ന് പൊരിഞ്ഞ് വരും. നമ്മൾ അരിയൊക്കെ നല്ലതുപോലെ പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് ഗോതമ്പ്, കുറച്ച് ബാദാം, അത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അത് നമുക്ക് നല്ലതുപോലെ പൊട്ടി നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യമായത് കറുപ്പ് എള്ളാണ്. അത് നമുക്ക് ഇതേപോലെ ഒന്ന് വറുത്തെടുക്കണം. നമ്മൾ നിലക്കടലേക്ക് കുറച്ചൊക്കെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് ചൂടാറിയതിന് ശേഷം നമ്മൾ അരിയൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് ഇതേപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. പിന്നെ നമുക്ക് ബാദാമും ഗോതമ്പിയും പൊടിച്ചെടുക്കാം. നല്ലതുപോലെ നൈസായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തത് രണ്ടും അരി പൊടിച്ചതിന് മേലെ തന്നെ ഇട്ട് കൊടുത്താൽ മതി. എല്ലോ ഇതേപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. പിന്നെ നമുക്ക് എള്ള് പൊടിക്കാം. എള്ള് നല്ലതുപോലെ നൈസായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. എള്ള് നല്ല ചൂടോടെ ഇട്ടാൽ അത് ഒരുമാതിരി എണ്ണ ഊറിയ മാതിരി വരും. അപ്പോൾ ഒന്ന് കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം ഇട്ട് കൊടുത്ത് അതേപോലെ നല്ലതുപോലെ ഒന്ന് പൊടിഞ്ഞ് കിട്ടും. പിന്നെ നമ്മൾ നിലക്കടലാണ് പൊടിച്ചെടുക്കുന്നത്. നിലക്കടല പൊടിച്ചെടുക്കുമ്പോൾ ഇതേപോലെ തന്നെ എള്ള് പൊടിക്കണ മാതിരി തന്നെ ആവാതിരിക്കാൻ നിലക്കടലിൻ്റെ മേലെ കുറച്ച് അരി വറുത്തതും കൂടി ഇട്ട് കൊടുത്താൽ ഇതേപോലെ പൊടിയായിട്ട് പൊടിഞ്ഞ് കിട്ടും. ഇല നമുക്ക് ഇതേപോലെ ഒന്നിലേക്ക് തന്നെ മാറ്റി കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായത് കുറച്ച് ബെല്ലാണ്. ബെല്ലം കല്ലൊന്നുമില്ലാത്ത ബെല്ലാണെങ്കിൽ നമുക്ക് ഇതേപോലെ പൊടിച്ചിങ്ങനെ അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിവിടെ കല്ലൊന്നുമില്ലാത്ത നല്ല ബെല്ലാണ് കിട്ടിയത്. അത് ഇതേപോലെ ഒന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ പൊടികളും നല്ലതുപോലെ മിക്സ് ആകുന്നത് പോലെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇതേപോലെ സ്പൂൺ വെച്ചിട്ടോ നമ്മളെ കൈ കൊണ്ടായാലും മതി. നല്ലതുപോലെ എല്ലാ പൊടികളും എല്ലായിടത്തിലും എത്തണ മാതിരി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതേപോലെ ഒരു ബോട്ടിലേക്ക് മാറ്റി കൊടുക്കാം. ഇതേപോലെ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിന് കുറേശ്ശെ എടുത്താൽ മതിയല്ലോ. നല്ല മൂടിയൊക്കെ നല്ല ടൈറ്റായിട്ടുള്ളതാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി. കർക്കിടക മാസത്തിലൊക്കെ കഴിക്കാനൊക്കെ അടിപൊളിയായിരിക്കും.